പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വ്ലോഗാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ചർച്ചിൽ പോവാണ്, അതിന്റെ വ്ലോഗാണ് നമ്മള് ടാക്സിക്ക് വേണ്ടി വെയിറ്റാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന ടാക്സിയിലാണ് അല്ലടാ ആണെന്ന്. പള്ളിയിൽ കുർബാനയ്ക്ക് ആയതുകൊണ്ട് എടുക്കുവാണ്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി അത് ഇത് ക്യാമറ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് ശാന്തി മുറിൽ വന്ന് പ്രാർത്ഥിക്കാനായി. ഞാൻ 2 കൊല്ലത്തിന് ശേഷമാണ് കുർബാനയ്ക്ക് വരുന്നത്. അതുകൊണ്ടല്ലേ എനിക്ക് അവിടെ ഇല്ലല്ലോ, അവിടെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന് എനിക്ക് ഭയങ്കര എനിക്ക് നൊസ്റ്റാൾജിയാണ് ശരിക്കും അടിച്ചത്. നാട്ടിൽ സാധാരണ എല്ലാവരും നാട്ടിലെ നൊസ്റ്റാൾജി എനിക്ക് അടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫിലെ നൊസ്റ്റാൾജി. ഇവിടെ ഇംഗ്ലീഷ് മാസമായിരുന്നു. അപ്പോൾ ഫുള്ള് ഇതൊക്കെ ഓരോ ലൈനും കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ഇത് പഴയ 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡിൽ ആ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഓടെ ചെറുക്കാൻ വൈവായിരുന്നു എനിക്ക് കിട്ടിയ. ഭയങ്കര രസമുണ്ടായിരുന്നു അല്ലേ? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞു. ഹൗ വാസ് യുവർ ഉറക്കം എക്സ്പീരിയൻസ്? 5 മിനിറ്റ് ഉറങ്ങിയതാണ്. 5 മിനിറ്റോ? ഞാൻ കണ്ടേ നീ മൊത്തം കിടന്ന് ഉറങ്ങുന്നത്. ഇവനാണെങ്കിൽ പിന്നെ കണ്ണ് തൂങ്ങി ഇതിൽ അപ്പൂപ്പന്മാര് വടികുത്തിയിരിക്കുന്ന മാതിരി ഇരിക്കുമായിരുന്നു. എന്തോ ചെയ്യുന്ന കഴിഞ്ഞില്ല. നമ്മളവിടെ എത്തുമ്പോ ദോശ ഫുഡ് എന്നുള്ളൊരു വിചാരം മാത്രമല്ല. ബാക്കാൻ പോകാം, നമുക്കിനി അടുത്ത ഫുഡ് അടിക്കാൻ പോകാം ഗൈസ്. എന്തായിരുന്നാലും ഫുഡ് കൊന്ത മേടിക്കാനായിട്ട്. കൊന്ത അല്ല തുറന്ന് 8 മണിക്കല്ലേ ഇല്ല തുറന്ന്. ആ നാട്ടിലെവിടെ? കൊല്ലം. അങ്കിളോ ഞാൻ എവിടെ വരണം? ഒരു ഹായ് പറ. കോട്ടയം. ആ നല്ല കൊന്ത എടുത്തല്ലോ. കൊന്ത അടിച്ചല്ലോ. ആ അതെ ഗൈസ്, നമ്മൾ ബാക്കി പൈസക്ക് റിച്ച് ആണ് ഗൈസ്. ബാക്കി പൈസ കൗണ്ട് ചെയ്യാൻ നോക്കുവാണ്. എത്ര? എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? ദോശയാണോ? അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടം. പൊറോട്ടയാണോ ഇഷ്ടം? പക്ഷെ ഞാൻ പൊറോട്ട കഴിക്കുന്ന കാണാറില്ലല്ലോ. നീ എപ്പോഴും ദോശയാണല്ലോ കഴിക്കുന്ന. പൊറോട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ട്. നീ ബുദ്ധിമാനാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് റിച്ച് ആണല്ലേ? ഇന്ന് എന്താണ്? 10 രൂപ. ഇവിടാണെന്ന് കഴിക്കാൻ കാരണം ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ വായിച്ചെടുത്തു. ഞാൻ വായിക്കാനും നിൽക്കുന്നില്ല, വിശപ്പ് കാരണം കഴിക്കാൻ. അല്ല എനിക്ക് വിശക്കുന്ന നിനക്കടാ വായിക്കാറില്ല ഇവിടാത്തത്. തണുപ്പുണ്ട്, അതുകൊണ്ടല്ലേ ഇതെല്ലാം വലിച്ചേരിട്ടെ. നിനക്ക് കണക്കുന്നോടാ? എങ്ങനെ ഉണ്ടായിരുന്നു കുർബാന? അല്ല സോറി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ഉറക്കമൊക്കെ? അങ്ങനെ സൂപ്പറായിരുന്നു. നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കറിയൊക്കെയാണ് ആഫ്റ്റർ മാസ്. വെള്ളം ഇവിടെ തട്ടി വെച്ചിരിക്കുക. മസാല ദോശ അങ്ങനെ കിട്ടി. നീ എന്താ പറഞ്ഞ? പ്ലെയിൻ ദോശ. എങ്ങനെയുണ്ട് നമ്മുടെ പ്ലെയിൻ ദോശ? വലിയ ദോശ വന്നേക്കാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നിന്റെ അടുത്ത് നീ പറ. മസാല ദോശ മേടിച്ചിട്ട് മസാല കഴിക്കാൻ പറ്റാത്തവരാ. നമ്മൾ ഏത് വണ്ടിയിലാണ് പോണ? നടരാജൻ വണ്ടിയിൽ. തേങ്ങ വീതരാ? അതാണ് എനിക്കിഷ്ടം. ദോശ അത് ഞാൻ കണ്ട് ഇന്ന് കഴിച്ചപ്പോ. പള്ളി കഴിഞ്ഞ് വരുമ്പോ ഇതേപോലത്തെ നല്ല വ്യൂസ് ഒക്കെ കാണണം ഗൈസ്. പള്ളി കഴിഞ്ഞ് വരുമ്പോ ഇതേപോലത്തെ ഒരു വാക്ക്, മോർണിംഗ് വാക്ക് വിത്ത് ദിസ് വ്യൂ പാസ്സാക്കണം. സെറ്റ് വൈബാണ്. വീടിനടുത്ത് എത്താറായെന്നാ? ഇനിയോട്ട് പോറേ. കിലോമീറ്റർ നടക്കുന്നത് 2 കിലോമീറ്റർ നടക്കുന്നത്.
ഒരു വ്ളോഗാന്ന് ചോദിച്ചാൽ ഇങ്ങനൊക്കെ തള്ളാവാ. 2 കിലോമീറ്റർ ഉണ്ടല്ലേ നമ്മൾ മൊത്തം 3 കിലോമീറ്റർ കടന്നു. ഉണ്ടെങ്കിൽ അയച്ചു അക്കൗണ്ട് നമ്പർ 1000 ദിർഹംസ് അയച്ചു. നമ്മളെ വീട്ടിൽ വന്ന് ചേഞ്ചായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുവാണ്. ഇത്ര നടന്നു വന്നതിൻ്റെ ക്ഷീണമൊക്കെ. എന്താ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പഴയ നമ്മുടെ പഴയ സിനിമയില്ലേ, എന്താ ഈ സിനിമയുടെ പേര്? തിളക്കം. പഴയ സിനിമ ഞാൻ പിള്ളേരെ കുറച്ച് ദിലീപ് ഓൾഡ് മൂവീസ് കാണിക്കായിരുന്നു. കുറച്ച് ദിവസമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഓരോരോ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക ഇവരിപ്പം. ഇവർക്ക് ഈ പടത്തിനെ കുറിച്ചൊന്നും അറിയില്ല, ഇങ്ങനത്തെ പഴയ പടത്തൊന്നും. അങ്ങനെ കുറേ പഴയ ദിലീപിൻ്റെ പടം ഞാൻ കാണിച്ച്. ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി നാളെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വ്ലോഗ് എടുക്കാം. ഞാൻ ഉറങ്ങുവാന്ന് പറയാനെന്ന് ഒരാസം പറയാൻ പറഞ്ഞു. ഗെയിം എടുത്തോണ്ടിരിക്കുക. നാളെ കാണാം. ഓക്കെ ബൈ. എന്തുവാടാ?